ഹായ് ഗൈസ്, അപ്പോൾ ഫാർ ക്രൈ 3 സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ഗെയിമിലെ സൈഡ് ക്വസ്റ്റുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മെയിൻ സ്റ്റോറിയുടെ ഗെയിം പ്ലേ മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓൾറെഡി 4 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർക്ക് നമ്മുടെ ചാനലിലേക്ക് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത പറയാം. ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സിട്ര എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ മീറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഒരു ആൻഷ്യൻ്റ് ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വെയിറ്റ് ചെയ്ത് ഡെന്നിസ് അവിടെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ചെറിയ ഒരു ബ്രീഫായിട്ട് പറയാം. നമ്മളെ കൂട്ടത്തിൽ കാണാതായി പോയ 4 പേരിൽ 2 പേരെ നമ്മൾ കണ്ടുപിടിച്ച്, എന്നാൽ നമ്മൾക്ക് ഇനിയും 2 പേരെ കണ്ടുപിടിക്കാനുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് തൊട്ട് മുന്നേ കഴിഞ്ഞ എപ്പിസോഡിൽ വാസുമായിട്ട് നല്ലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾക്ക് നമ്മുടെ ഒരു ശക്തിയെ വിലയിരുത്താനുള്ളൊരു അവസരം ഉണ്ടായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രെങ്ത്ത് വെച്ച് വാസിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ ശക്തി ആർജിക്കണം. അതിന് വേണ്ടിയിട്ട് ഡെന്നിസിൻ്റെ അഭിപ്രായത്തോട് കൂടിയിട്ട് സിട്ര എന്ന് പറയുന്നൊരു പേഴ്സണിനെ കാണിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മിഷനാണ് മെയിനായിട്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതുകൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ 200 സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ സിട്രയുടെ സ്ഥലത്ത് ഏകദേശം എത്താനായി. ഓക്കെ, നമ്മൾ എത്തി. നമ്മൾ അനങ്ങാനൊന്നും പാടില്ല, പെട്ടെന്ന് സഡൻ മൂവ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പുള്ളിക്കാരനകത്തുള്ള ആരോട് കൂടെയുള്ള നമ്മൾ ആരാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിനി പുള്ളിക്കാരൻ്റെ കൂടെ അകത്തേക്ക് പോവാം. ഇതാണ് സിട്രയുടെ ടെമ്പിള്. സിട്ര എന്ന് പറയുന്ന ക്യാരക്ടർ ഉള്ള ടെമ്പിളാണിത്. ഫുള്ള് ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ ടെമ്പിളാണ്. ഒരു കേരള ചൊവ്വ അടിക്കുന്നുണ്ട്. ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് പുള്ളിക്കാരൻ്റെ കൂടെ തന്നെ മേലോട്ടേക്ക് പോവാം. ഓ, ബൂക്കേട്ടീനെ പോലെ ഉണ്ട്. പഴയ WWE ഒക്കെ കളിച്ച ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ ബൂക്കേട്ടി എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അതേപോലെ തന്നെ ഉണ്ട് കാണാൻ. യുവമാരെ ഓക്കെ, അപ്പോൾ ഇതാണ് സിട്ര. This is Jason, the one I've been telling you about. Hi. Do they teach you to speak without permission in America? No, I learned that in France. ഭയങ്കര പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ പുള്ളിക്കാരിക്ക് ഭയങ്കര പ്രൊട്ടക്ഷൻ കൊടുത്തോണ്ടിരിക്കുക അവന്മാര്. We're brave to joke in the face of death. Fine work. I'll give it back to you after I cut it off. ഓ, നമ്മളെ ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കുകയാണ്. കത്തി എടുത്തിട്ട് നമ്മുടെ ടാറ്റു കട്ട് ചെയ്തെടുക്കട്ടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. വളരെ ചുരുക്കം ആൾക്കാർ, ഈ ഫോറസ്റ്റിലുള്ള വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഈ ടെമ്പിളിനുള്ളിൽ പ്രവേശിച്ചിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്തിനാ വന്നത്? നമുക്ക് നമ്മുടെ ആവശ്യം പറയാം. നമുക്ക് കൂടുതൽ പവർ വേണം. ബോസിനെ കീഴ്പ്പെടുത്താൻ കൂടുതൽ പവർ വേണം നമുക്ക് പറയാം. പക്ഷെ പുള്ളിക്കാരി നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓ, പവറൊന്നും തരാൻ പറ്റില്ല, പോടുന്നാണ് പറഞ്ഞത്. ഓക്കെ, പോയിടന്ന് മടങ്ങി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ചെറിയൊരു ചാൻസ് തരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടതെന്തോ അത് തിരിച്ചു കൊടുക്കാനാണ് പറയുന്നത്. എന്താണ് നഷ്ടപ്പെട്ടതെന്ന് അറിയില്ല. അതുകൂടാതെ ഒരു ചെറിയൊരു പാട്ട കൈ തന്നിട്ട് അതിലുള്ള വെള്ളം കുടിക്കാൻ പറയുന്നുണ്ട്. ഓ, സിട്ര നമ്മളെ ഉള്ളിലെ ഫയർ കണ്ടു എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. ഈ സാധനം ഡേഞ്ചർ ആണോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അത് കുടിച്ചേ പറ്റൂന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഏതായാലും കുടിക്കണമല്ലോ. കുടിച്ച് ഈ ചങ്ങായി എന്തിനാണ് നമ്മൾ മുഖത്തിലേക്ക് വന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, എന്തൊക്കെയാ പറയാ. ഓക്കെ ഓക്കെ, എനിക്കൊന്ന് പുതിയ കട്ട് സീന് കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അതെനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ അതൊരു കഞ്ചാവിൻ്റെ വെള്ളമോ അതേപോലത്തെ എന്തോ ഒരു സാധനമാണ്. അത് അടിച്ച ശേഷമാണ് പുള്ളിക്കാരൻ്റെ
പാസ്റ്റ് മെമ്മറിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കടലിനടിയിൽ നിന്ന് ചീട്ട് കളിക്കണം. ഓക്കെ 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 ഇത് നമ്മുടെ കാണാതായി പോയ ഫ്രണ്ട്സാണ്. അപ്പോൾ നമ്മളൊരു ഹാലൂസിനേറ്റീവ് വേൾഡിലാണുള്ളത്. നമ്മൾ ഹാലൂസിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പച്ചമാരുടെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് പോലത്തെ ചൂടാണ്. ആ വെള്ളം കുടിച്ച ശേഷം നമുക്ക് ഫുള്ള് കിളി പോയി നിൽക്കുകയാണ്. ഓക്കെ, ഇയാളെ ഫോളോ ചെയ്ത് പോകണം പോലും. ഓക്കെ, നമ്മളങ്ങനെ സിട്ര നഷ്ടപ്പെട്ട എന്തോ ഒരു സാധനം സിട്രക്ക് തിരിച്ചെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള യാത്രയിലാണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് തരുള്ളൂ, ശക്തി തരുള്ളൂ. ശക്തി കിട്ടിയാൽ മാത്രമേ നമുക്ക് വാസന ഇളക്കാൻ പറ്റുള്ളൂ, കൊല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മളിതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വെള്ളക്കൂട്ടുകാരനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് സീ. അത് കുടിച്ചപ്പോൾ ഫുള്ള് കിളി പോയി കേട്ടാ. ഈ പുള്ളിക്കാരൻ്റെ എല്ലാ കളികളും പോയിരിക്കുകയാണ്. ഓക്കെ, ഈ ബ്രിഡ്ജ് ഓർമ്മയുണ്ടോ? എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജിൽ നിന്നാണ് നമ്മൾ വാസിൻ്റെ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്ന പോക്കിൽ ഈ ബ്രിഡ്ജ് പൊട്ടിയിട്ടാണ് താഴെ നമ്മൾ പുഴയിലേക്ക് വീഴുന്നത്. എനിക്ക് രണ്ട് ബ്രിഡ്ജും നല്ല സിമിലാരിറ്റി തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ അതേ ബ്രിഡ്ജ് തന്നെയാണ് ഇത്. നമ്മളെ മെമ്മറിയിലൂടെ മറ്റോ ആണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സിട്രക്ക് വേണ്ടുന്ന ഒബ്ജക്റ്റ് ഇവിടെ അന്വേഷിക്കാനാണ് പറയുന്നത്. ഞാൻ ഈ മിഷൻ മുന്നേ കളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാം എന്താണ് ഈ ഒബ്ജക്റ്റ് എന്നുള്ളത്. ഈ കാണുന്ന കത്തിയാണ് ആ ഒബ്ജക്റ്റ്. എന്തോ സ്പെഷ്യാലിറ്റികളൊക്കെ ഉള്ളൊരു നൈഫാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിതെടുത്ത് കൊണ്ടൊരു സിട്രക്ക് കൊടുക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള അവൾ തരുള്ളൂ. ഓക്കെ, I saw my friend and my little brother Riley, and then I followed a man in a white suit. I saw. ഓക്കെ, ഡെന്നിസ് വീണ്ടും നമ്മളെ കയ്യിൽ ടാറ്റു അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം നമുക്ക് പുതിയ സ്കില്ല് എന്തോ കിട്ടിയിട്ടുണ്ടെന്നാണ്. അല്ലെങ്കിൽ an ancient knife with a decorated blade. How did you know? You talk in your sleep? There's a shanty town to the east in pirate territory. Okay, then that's where I'm headed. Oh, but the town is big. How are you going to find a knife? Simple. I'll start. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നൈഫ് നമുക്ക് കിട്ടിയിട്ടില്ല. ആ സിട്ര വന്ന വെള്ളം കുടിച്ചതോട് കൂടിയിട്ട് നമുക്ക് ആ ഒരു എന്താണ് സിട്രക്ക് വേണ്ടതെന്നുള്ളത് മാജിക്കലായിട്ട് നമ്മളെ മൈൻഡിന് മനസ്സിലാവുകയാണ് ചെയ്തത്. ആ ഒരു നൈഫാണ് വേണ്ടത്. പക്ഷേ അത് എവിടെ ഉണ്ടാവുമെന്ന് കറക്റ്റ് നമ്മൾ തേടി കണ്ടുപിടിക്കുന്നത്. ഡെന്നിസ് ചെറിയൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. ഒരു ഷാൻറ്റി ടൗൺ എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ട് കുറച്ചപ്പുറം, അവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നൈഫ് ഒരു ചെറിയ സാധനമായതുകൊണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് പുള്ളിക്കാരൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഇമാജിനേറ്റീവ് വേൾഡ് കണ്ട പോലെ ഒരു വെള്ള കോട്ടുകാരനെ ഫോളോ ചെയ്ത് പോയിട്ടാണ് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഒരു മീറ്റപ്പ് കാര്യങ്ങൾ, ആ വൈറ്റ് കോട്ട് ഇട്ട ആളുമായിട്ടുള്ള മീറ്റപ്പ് കാര്യങ്ങൾ, തുടർന്നുള്ള മിഷൻസ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. വീഡിയോ ഓൾറെഡി 10 മിനിറ്റ് ആവാറായി. വളരെ ചെറിയ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് എപ്പിസോഡായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ കാണുന്ന ആൾക്കാർക്ക് ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെറിയ വീഡിയോസാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ബാക്കിയുള്ള മിഷൻസും കൂടെ കാണാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാൻ, നമ്മുടെ ചാനൽ ഏകദേശം ഒരു 200 സബ്സ്ക്രൈബേഴ്സിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ.